ധ്രുവിന്റെ പുതിയ വീഡിയോ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറികളെക്കുറിച്ചുള്ള അന്വേഷണവും കണ്ടെത്തലുകളുമാണ്. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. ജനാധിപത്യ ഇന്ത്യയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട വീഡിയോ. ഡൽഹി തെരഞ്ഞെടുപ്പ് BJP അട്ടിമറിക്കാനുള്ള സാധ്യതകളും അതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നൊക്കെ ധ്രുവ് പറയുന്നുണ്ട്. മലയാളം പരിഭാഷയിലേക്ക് പോകാം. രാജ്യം മുഴുവനും ലക്ഷക്കണക്കിന് ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഒഴിവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഏത് ബൂത്തുകളിലാണോ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിക്കളഞ്ഞിരിക്കുന്നത് അവിടെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ വോട്ടാണ് ലഭിച്ചിരിക്കുന്നതെന്ന് കാണാം. ഇതിൽ 3 പേരെ ഒഴിവാക്കിയത് അവർ മരിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. 40 പേരുടെ പേര് വെട്ടിയത് അവർ വിലാസം മാറി എന്ന് പറഞ്ഞാണ്. എന്നാൽ അവർ ഇപ്പോഴും അതേ വിലാസത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ഈ തട്ടിപ്പ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. പ്രാദേശിക നേതാക്കന്മാർ ബൂത്ത് ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിയാണ് ഇതെല്ലാം നേടിയെടുക്കുന്നത്. ആരെങ്കിലും രാത്രി 8 മണിക്ക് ഇതുപോലെ 100 കണക്കിന് ഫോമുകളുമായി വരുന്നു. അതിലെല്ലാം ഇവർക്ക് ഒപ്പിടേണ്ടി വരുന്നു. ഇതാ 1000 അപേക്ഷകൾ, ഇതിലെ 1000 പേരുകൾ ഒഴിവാക്കൂ. ആരാണ് ഇതൊക്കെ കേൾക്കുക? ആരാണ് ഇതിനെതിരെ നടപടിയെടുക്കുക? അടുത്ത തെരഞ്ഞെടുപ്പ് ഡൽഹിയിലാണ്. ഡൽഹിയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2024 മെയ് 20 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം മുംബൈയിലെ ഒരു തിരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു. സൗത്ത് മുംബൈയിൽ താമസിക്കുന്ന ഡോക്യുമെന്ററിയിൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ഫിലിം മേക്കർ സീമന്തിനി ദുരു വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലെത്തി. എന്നാൽ ഇവരുടെ ഊഴമെത്തിയപ്പോൾ വോട്ട് ചെയ്യാനാവില്ലെന്ന് ഇവരോട് പറയുന്നു. കാരണം അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് 18 ഡിസംബർ 2023 അവർക്ക് പുതിയ വോട്ടർ കാർഡ് ലഭിച്ചിട്ടേ ഉള്ളൂ. ഇതെങ്ങനെയാണ് സംഭവിക്കുക? അവർ ഇതിന്റെ കാരണം അറിയാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോണൽ ഓഫീസിൽ പോയി. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ പേര് പരിശോധിച്ച് കണ്ടെത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഈ രേഖയിൽ അവർ മരിച്ചു എന്നാണ് കാണുന്നതെന്നാണ് അവർക്ക് കിട്ടിയ വിവരം. താൻ മരിച്ചു എന്ന് പറഞ്ഞ് തന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയത് കേവൽ ഷാ എന്നൊരാളാണെന്ന് അവർ അവിടെ നിന്നും മനസ്സിലാക്കുന്നു. ഡിസംബർ 18 അവർക്ക് പുതിയ വോട്ടർ കാർഡ് ലഭിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2024 ജനുവരി 2 കേവൽ ഷാ ഇവർ മരിച്ചുവെന്ന് പറഞ്ഞ് അപേക്ഷ നൽകുന്നത്. അപേക്ഷ ലഭിച്ച് 7 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് ജനുവരി 9 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അത് മതിയായ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ തന്നെ. തന്റെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എങ്ങനെയാണ് തന്റെ പേര് വെട്ടിക്കളഞ്ഞുവെന്ന് അവർ ചോദിച്ചു. ഈ കമാൽ ഷാ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ആർക്കും അറിയില്ലെന്നതാണ് ഇതിലെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളുണ്ടോ എന്നും വ്യക്തമല്ല. ഫോമുകളിൽ എഴുതപ്പെട്ടത് വെറും വ്യാജ പേരാണോ എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. വിലാസം മലബാർ ഹിൽസ് എന്നാണ് എഴുതിയിരുന്നത്. എന്നാൽ സ്ട്രീറ്റിന്റെ പേരില്ല, കെട്ടിടത്തിന്റെ നമ്പറില്ല. തന്റെ മൊബൈൽ നമ്പർ പോലും അപേക്ഷകൻ നൽകിയിരുന്നില്ല. നിയമപ്രകാരം മൊബൈൽ നമ്പർ നൽകുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? സീമന്തിനി ദുരു കേസ് ഒരു ഒറ്റപ്പെട്ട കേസല്ല. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങളുണ്ടെന്നതാണ്. നമ്മുടെ രാജ്യം മുഴുവനും ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഒഴിവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ഈ തട്ടിപ്പ് ഒരു വ്യവസ്ഥാപിതമായ രീതിയിലാണ് നടക്കുന്നത്. അതിന്റെ കളയാനാവാത്ത നിരവധി തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ മറിമായം കൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും സാരമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് നേരിട്ട് ബാധിക്കുകയുണ്ടായി. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എന്താണ് അതിന്റെ പരിണിത ഫലമെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. വോട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത തെരഞ്ഞെടുപ്പ് ഡൽഹിയിലാണ്. അതുകൊണ്ട് ഡൽഹിക്കാർക്ക് ഈ വീഡിയോ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് സീറ്റ് BJP വെറും 2678 വോട്ടുകൾക്കാണ് ജയിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ 32,706 പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ വെട്ടിയത് അലിഗഞ്ച് മണ്ഡലത്തിൽ നിന്നുള്ള പേരുകളായിരുന്നു. അവിടെ യാദവരുടെയും മുസ്ലിങ്ങളുടെയും വോട്ടുകൾ 30%. ഈ വിഷയത്തിൽ ന്യൂസ് ലോണ്ടറി വിശദമായൊരു അന്വേഷണം നടത്തുകയുണ്ടായി. അവർ പറയുന്നത്, തിരഞ്ഞെടുപ്പിന് മുമ്പ് അലിഗഞ്ചിൽ നിന്ന് BJPയുടെ MLA സത്യപാൽ സിംഗ് റാത്തോഡ് വ്യാജ വോട്ടേഴ്സിനെ കുറിച്ചുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന് കത്തയച്ചിരുന്നു എന്നാണ്.
അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ കത്ത് കൊണ്ട് 2 ആഴ്ചയ്ക്കകം അലിഗഞ്ചിലെ 4 ബൂത്തുകളിൽ നിന്ന് 277 പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായി. ഈ ബൂത്തുകളിൽ യാദവ്, ഷാക്കിയ, ജാദവ്, മുസ്ലിം വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂസ് ലോണ്ടറി അവിടെയുള്ളവരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെയുള്ളവർക്ക് തങ്ങളുടെ ഭാഗം പറയാനുള്ള അവസരം പോലും നൽകിയില്ലെന്നാണ്. ചിലർ പറയുന്നത് അവർക്കൊരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ലെന്നാണ്. ചിലർക്ക് ലഭിച്ച കത്തുകൾ ഇംഗ്ലീഷിലായിരുന്നു. ഗ്രാമത്തിലുള്ള പലർക്കും ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. അവിടെ ഉണ്ടായിരുന്ന 2 ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് BJPയുടെ MLAയുടെ കത്തിന് ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേരൊഴിവാക്കാൻ അവരുടെ മേൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ബൂത്ത് നമ്പർ 208 BLO ഒരു ശിഖ യാദവ് ആയിരുന്നു. അവർ പറഞ്ഞത് വോട്ടർമാരുടെ പേരൊഴിവാക്കാൻ അവരുടെ മേലും വലിയ സമ്മർദ്ദം ചെലുത്തിയെന്നും നിവൃത്തിയില്ലാതെ അനുസരിക്കേണ്ടി വന്നു എന്നാണ്. അവർ പറയുന്നത് BJP MLAയുടെ കത്തിന് ശേഷം ജില്ലാതല ഉദ്യോഗസ്ഥർ രാത്രി 10 മണി വരെയൊക്കെ മീറ്റിംഗ് വിളിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്ന്. അഥവാ MLAയുടെ കത്തിൽ ഒരു അന്വേഷണം നടത്തി നടപടിയെടുക്കാത്ത പക്ഷം ഇവരുടെ ശമ്പളം കട്ടുമെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതിൽ കാണേണ്ട മറ്റൊരു യാദൃശ്ചികത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പേര് വെട്ടിക്കളഞ്ഞ ബൂത്തിലാണ് BJPക്ക് കഴിഞ്ഞ തവണ വളരെ കുറച്ച് വോട്ട് ലഭിച്ചത്. ഉദാഹരണത്തിന് 2022 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് നമ്പർ 208 സമാജ്വാദി പാർട്ടിക്ക് 426 വോട്ടുകളാണ് ലഭിച്ചത്. എന്നാൽ BJPക്ക് ലഭിച്ചത് 181 വോട്ട്. അലിഗഞ്ചിലെ ബൂത്ത് നമ്പർ 208 12% പേരുകൾ വെട്ടിക്കളഞ്ഞു. 140 ബൂത്തിൽ 9% പേരുകളും ഒഴിവാക്കിയിട്ടുണ്ട്. 193 നമ്പർ ബൂത്തിൽ 9.5% പേരുകളാണ് വെട്ടിക്കളഞ്ഞത്. അവിടെ കൂടുതലും മുസ്ലിങ്ങളും ദലിതരുമായിരുന്നു. ന്യൂസ് ലോണ്ടറിയുടെ ജേർണലിസ്റ്റുകൾ അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചു. അവരുടെ വീടുകൾ തോറും കയറിയിറങ്ങി സർവേ എടുത്തു. പേരുകൾ വെട്ടിനിരത്തിയ ബൂത്തുകളിൽ 15% പേരുകളും വെട്ടിനിരത്തപ്പെടേണ്ടവയായിരുന്നില്ല. അതിൽ 3 പേർ മരിച്ചു എന്ന് പറഞ്ഞാണ് ഒഴിവാക്കിയതെങ്കിൽ അവരൊന്നും വാസ്തവത്തിൽ മരിച്ചിട്ടില്ല. 40 പേരുടെ പേര് വെട്ടിയത് അവരുടെ വിലാസം മാറി എന്ന് പറഞ്ഞാണ്. എന്നാൽ അവർ ഇപ്പോഴും അതേ വിലാസത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. പേര് വെട്ടിമാറ്റിയവർക്ക് ഇതുവരെ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. ശരിയായ നടപടിക്രമങ്ങൾ എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. മൊത്തത്തിൽ നോക്കിയാൽ അലിഗഞ്ചിലെ 395 ബൂത്തുകളിലെ 53 ബൂത്തുകളിൽ പേര് ഡിലീറ്റ് ചെയ്തതിന്റെ തോത് വളരെ കൂടുതലാണ്. ഈ ബൂത്തുകളിൽ നിന്ന് ഒന്നാകെ സമാജ്വാദി പാർട്ടിക്ക് BJPയേക്കാൾ ഏകദേശം 3800 വോട്ടുകൾ അധികം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അഥവാ ഈ പേരുകൾ ഒഴിവാക്കിയിരുന്നില്ലെങ്കിൽ ഫറൂഖാബാദ് സീറ്റ് തോൽക്കാനുള്ള സാധ്യത BJPക്ക് ഉണ്ടായിരുന്നു. ഫറൂഖാബാദിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ ജഗ്മോഹൻ ഗുപ്തയോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി, ഞങ്ങൾ നോട്ടീസ് അയച്ചിരുന്നു, ഈ ആരോപണം തെറ്റാണ്, ഞങ്ങൾ നോട്ടീസ് അയച്ചിരുന്നു, പക്ഷെ ജനങ്ങൾ ആരും വന്നില്ല. പക്ഷേ ഇത് ഒരു വെറും സീറ്റിനെ കുറിച്ചല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്തരം ഏതാനും സംഭവങ്ങൾ മീററ്റിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉണ്ടായി. BJP വെറും 10,585 സീറ്റ് വോട്ടുകൾക്കാണ് ഈ സീറ്റിൽ ലഭിച്ചത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പേ 61,365 പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. വീണ്ടും അതേ പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ പേരുകൾ വെട്ടിക്കളഞ്ഞ പ്രദേശങ്ങളിലാണ് BJPക്ക് കുറവ് വോട്ട് ലഭിച്ചിരുന്നത്. മീററ്റിലെ കന്റോൺമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സെഗ്മെന്റിൽ അവിടെ 30% വോട്ടർമാർ ദളിതരും മുസ്ലിങ്ങളുമാണ്. അവിടെ 16,521 പേരുകളാണ് വെട്ടിനീക്കിയത്. ഇതാകട്ടെ അസംബ്ലിയിലെ മൊത്തം വോട്ടുകളുടെ 3.8% വരും. ഈ ശതമാനത്തിന്റെ പ്രാധാന്യവും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. ഹാപ്പൂരിൽ ഏകദേശം 3.2% പേരുകൾ വെട്ടിക്കളഞ്ഞു. ഈ പ്രദേശത്ത് ദളിതുകളുടെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യ 50%-ൽ കൂടുതലാണ്. അതേസമയം മീററ്റിലെ മറ്റിടങ്ങളിൽ പേര് വെട്ടിക്കളയുന്നത് 3%-ലും കുറവായിരുന്നു. കൂട്ടരെ, ഈ വിഷയം എലിജിബിൾ ആയ വോട്ടർമാരുടെ പേരുകൾ വെട്ടിക്കളയുന്നതിൽ ഒതുങ്ങുന്നില്ല. വ്യാജ വോട്ടുകളും കുറേ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ലോണ്ടറി മീററ്റ് കന്റോൺമെന്റിലെ 3 ബൂത്തുകളിൽ സർവേ നടത്തി. നിയമസഭാ വിഭാഗത്തിലെ ബൂത്തുകളായ 286, 304, 305 എന്നിവയിലാണ് സർവേ നടത്തിയത്. അതിൽ 2 എണ്ണത്തിൽ 27% വോട്ടർമാരുടെ വിലാസം വ്യാജമായിരുന്നു. സാധാരണ നിലയിൽ വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡിൽ പൂർണ്ണമായ വിലാസം രേഖപ്പെടുത്തും. എന്നാൽ ഇവിടങ്ങളിലെ തിരിച്ചറിയൽ കാർഡുകളിൽ വെറും ഉത്തർപ്രദേശ് എന്ന് മാത്രമാണ് എഴുതിയിരുന്നത്. ചിലർ പറയുന്നത് ജുഗ്ഗി എന്ന്, നയ എന്ന്, ഇങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. 305 ബൂത്തിലെ 240 വോട്ടർമാർ RH കോളനിയിൽ നിന്നുള്ളവരാണെന്നാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു കോളനി ഇല്ല. ഇവിടുത്തെ പോസ്റ്റ്മാൻ വികാസ് ചൗധരി എന്നാണ് പറയുന്നത്. കൃത്യമായ വിലാസമില്ലാത്തതിനാൽ ആയിരക്കണക്കിന് പുതിയ വോട്ടർ കാർഡുകൾ വലിച്ചെറിയേണ്ടി വന്നു എന്ന് അവർ പറയുന്നു. ഓരോ വർഷവും ഈ വ്യാജ വോട്ടർമാരുടെ പേരുകൾ മായ്ച്ചു കളയാനുള്ള അപേക്ഷകൾ ലഭിക്കാറുണ്ടെന്നാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ പറയുന്നത്. എന്നാൽ ജില്ലാ ഭരണകൂടം അത് ചെയ്യാൻ വിസമ്മതിക്കുകയാണ് പതിവ്. യാദൃശ്ചികത നോക്കണേ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഈ 3 ബൂത്തുകളിലെ അധികം വോട്ടുകളും BJPക്ക് മാത്രമാണ് ലഭിച്ചത്. ബൂത്ത് നമ്പർ 304 ബൂത്ത് ലെവൽ ഓഫീസർ പൂനം അഗർവാൾ പറയുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജില്ലാ അധികാരികൾ പുതിയ വോട്ടർമാരെ ചേർക്കുന്ന നിരവധി ഫോം 6 അപേക്ഷാ ഫോമുകളിൽ ഒപ്പിടാൻ ഉത്തരവിട്ടു എന്നാണ്.
2 ദിവസത്തിനുള്ളിൽ ഏകദേശം 1800 ഫോമുകളിൽ താൻ ഒപ്പിട്ടു എന്ന് അവർ പറയുന്നു. കൂടാതെ ഇവരെല്ലാം പുതിയ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതെല്ലാം നിയമത്തിന് വിരുദ്ധമാണ്. പൂനം പറയുന്നത് മുമ്പെല്ലാം ഫോം 6 ഒപ്പിടുമ്പോൾ വോട്ടർമാരെ കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തിയിരുന്നു എന്നാണ്. ആരാണ്, എന്താണ് വിലാസം, അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ചിട്ടില്ലേ തുടങ്ങി നിരവധി കാര്യങ്ങൾ നോക്കുമായിരുന്നു. എന്നാൽ ഈ വോട്ടർമാർക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്തില്ല. മുകളിൽ നിന്ന് ഉത്തരവുകൾ ഉണ്ടായിരുന്നു. രാത്രി 8 മണിക്കൊക്കെ ഒരാൾ വന്ന് 100 കണക്കിന് ഫോമുകൾ നൽകിയിട്ട് പോകും. അതിലെല്ലാം ഒപ്പിടേണ്ട ഗതികേടാണ്. ഒപ്പിട്ട് നൽകിയില്ലെങ്കിൽ തന്റെ കാര്യം അവതാളത്തിലാകുമെന്ന് അവർ ഭയപ്പെടുന്നു. ഈ വ്യാജങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും ആവില്ല. 286 ബൂത്തിൽ 48 വോട്ടർമാർ ശിവാജി കോളനിയിലെ 22 നമ്പർ വീട്ടിലാണ് താമസിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരു വീട്ടിൽ നിന്ന് 48 വോട്ടർമാർ, അതിൽ ഒരാൾ മാത്രം സ്ത്രീ. ബൂത്ത് നമ്പർ 305 BLO മയാങ് തോമർ പറയുന്നത് തങ്ങളുടെ ബൂത്തിൽ പഞ്ചാബിൽ നിന്നുള്ള അജ്ഞാതരായ വ്യക്തികൾ പോലും വോട്ട് ചെയ്യുന്നത് കയ്യോടെ പിടികൂടിയിട്ടുണ്ടെന്നാണ്. മാത്രമല്ല 304 ബൂത്തിൽ 2017 ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1.6% മാത്രമായിരുന്നു വോട്ടർ ടേൺ ഔട്ട്. എന്നാൽ 2022 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് 43% ഉയർന്നു. അതായത് 5 വർഷത്തിനുള്ളിൽ വോട്ടിംഗ് ശതമാനം 1.6% നിന്ന് ഉയർന്ന് 43%. ഇതെങ്ങനെയാണ് സംഭവിക്കുക? മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി പറയുന്നത് അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്തോ തെറ്റ് നടന്നുവെന്നാണ്. ഈ സംഭവങ്ങളെല്ലാം ഉത്തർപ്രദേശിൽ മാത്രം നടക്കുന്നതല്ല. ന്യൂസ് ലോണ്ടറിയെ കൂടാതെ സ്ക്രോൾ ഇതേ വിഷയം അന്വേഷിച്ചു. ഈ റിപ്പോർട്ട് നിങ്ങൾ നോക്കൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഖജൂരിഗാസ് ഏരിയയിലെ നിരവധി പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. ശ്രീറാം കോളനിയിലെ ഫറാഖാൻ വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ തന്റെ പേര് വോട്ടർ പട്ടികയിലില്ലെന്ന് അധികൃതർ പറയുന്നു. അവരുടെ പേരും വെട്ടിക്കളഞ്ഞതാണ്. അവരുടെ സഹോദരി റുബീനയുടെ പേരും ലിസ്റ്റിലുണ്ടായിരുന്നില്ല. പോളിംഗ് ഓഫീസറോട് ചോദിച്ചപ്പോൾ അതിന്റെ കാരണം അവർക്ക് പറയാൻ പറ്റുമായിരുന്നില്ല. കനയ്യകുമാർ മത്സരിച്ച സീറ്റായിരുന്നു ഇതെല്ലെന്ന് ഓർക്കണം. ദില്ലി തക്കിന്റെ സംഘം ഇവിടെയുള്ള വോട്ടേഴ്സിനെ നേരിട്ട് കണ്ടപ്പോഴാണ് ഇക്കാര്യം പുറത്തു വന്നത്. एकदम आ रहा, लोग हम पूछ रहे हैं तो कह रहे हैं कि हमने पिछली बार वोट भी डाला है जहाँ रहते हैं और वहीं पर अब भी रहते हैं, लेकिन फिर भी हमारा कैंसिल क्यों हुआ है? अब घर में से अगर 7 मेंबर है सिर्फ 3 का आ रहा है, क्यों? डिलीटेड पेज पूरे पेज आपको डिलीटेड के दिखाई देंगे. സ്ക്രോളിന് ലഭ്യമായ ഈ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ 92 പേരുകൾ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അതിൽ 90 പേരും മുസ്ലിങ്ങളായിരുന്നു. ഈ പ്രദേശത്തെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആശാ ചൗധരി മൽഹോത്ര പറയുന്നത് സർവേ നടന്നപ്പോൾ ഒരുപക്ഷെ വോട്ടർമാർ തങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ വീടുകൾ പൂട്ടിയിരിക്കാമെന്നാണ്. ഡൽഹിയിലെ കുത്തുബ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയയിലെ JNU പ്രൊഫസർ അയേഷ കിദ്വാനിയുടെ പേരും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി. കഴിഞ്ഞ 33 കൊല്ലമായി ഇതേ ബൂത്തിൽ വോട്ട് ചെയ്യുന്ന അയേഷയ്ക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അന്വേഷണം നടത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും എങ്ങനെയാണ് പേര് വെട്ടിക്കളഞ്ഞെന്ന് കണ്ടെത്താൻ പോലും പറ്റിയില്ല. ഗോവയിലെ ഹയാസിന്ത് പിന്റോ സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പഞ്ചിമിലെ ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ആയിരുന്ന ഇവരുടെ പേര് ലിസ്റ്റിൽ നിന്ന് മിസ്സിംഗ് ആണ്. അവർ പറയുന്നത് തന്റെ പേര് മാത്രമല്ല നിരവധി കത്തോലിക്കരുടെ പേരുകളും ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റിയെന്നാണ്. അവർ BJPക്ക് വോട്ട് ചെയ്യില്ലെന്ന കാരണത്താലാണ് വെട്ടിമാറ്റൽ. ഇത്രയെല്ലാം കേട്ടിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണും. ഇനി എന്താണ് നടക്കേണ്ടിയിരുന്നതെന്നും ശരിയായ നടപടിക്രമങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം. വരൂ. വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേര് ചേർക്കാനും ഒഴിവാക്കാനും എന്താണ് നടപടിക്രമങ്ങൾ? തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദമായൊരു സമ്മറി റിപ്പോർട്ട് എടുക്കും. തുടർന്ന് ആളുകളുടെ പേര് ചേർത്ത് ഒഴിവാക്കി ആ ലിസ്റ്റ് പുതുക്കും. ഈ നടപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥരുടേതാണ്. അവരെ ചെറുതാക്കി BLO എന്നാണ് വിളിക്കുന്നത്. ഈ BLOമാർ ഓരോ വീട്ടിലും കയറിയിറങ്ങി വോട്ടർമാരുടെ വെരിഫിക്കേഷൻ നടത്തുന്ന, തന്നിരിക്കുന്ന വിലാസത്തിൽ അവർ താമസിക്കുന്നുവെന്നോ ജീവിച്ചിരിക്കുന്നുവെന്നോ ഇല്ലെന്നോ ഇവരുടെ പേര് വോട്ടർ പട്ടികയിൽ വരേണ്ടതാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നവരാണ്. സാധാരണഗതിയിൽ ഈ നടപടി ഓഗസ്റ്റിലാണ് ആരംഭിക്കാറുള്ളത്. ഒക്ടോബറിൽ വോട്ടർ പട്ടികയുടെ പുതിയ കരട് പുറത്തിറങ്ങുന്നു. ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. 2024 ഓഗസ്റ്റ് 20 ഈ നടപടികൾ ആരംഭിച്ചിരുന്നു. ഒക്ടോബർ 18 വരെ ഇത് തുടർന്നു. 26 ഒക്ടോബറിൽ ആദ്യത്തെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഈ കരടിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കും വിയോജിപ്പ് പ്രകടിപ്പിക്കാം. അതിനായി അവർക്ക് 30-45 ദിവസമാണ് ലഭിക്കുക. ഡൽഹിയിൽ ഒക്ടോബർ 29 മുതൽ നവംബർ 28 വരെയാണ് ഈ സമയം അനുവദിച്ച്. ഡിസംബർ 24 വരെ എതിർപ്പുകളെ പുനഃപരിശോധിച്ചു. 2025 ജനുവരി 6 ഡൽഹിയിലെ ഫൈനൽ വോട്ടർ പട്ടിക പുറത്തിറങ്ങി. ഇതിനിടയിലുള്ള സമയം, അതായത് എന്തെങ്കിലും അപ്ഡേഷൻസ് ചെയ്യണമെങ്കിൽ ഫോം പൂരിപ്പിച്ചാണ് ചെയ്യുക. ഒരാൾക്ക് പേര് ചേർക്കാൻ ഫോം 6 പൂരിപ്പിക്കണം. ഇനി എതിർപ്പുണ്ട് ഒരാളുടെ പേര് ഒഴിവാക്കണമെങ്കിൽ ഫോം 7 പൂരിപ്പിക്കണം. ഇനി ആരുടെയെങ്കിലും വിലാസം തെറ്റാണെങ്കിൽ അത് ശരിപ്പെടുത്താൻ ഫോം 8 പൂരിപ്പിക്കേണ്ടത്. ഈ ജോലിയൊക്കെ ചെയ്ത് പേരുകളും വിലാസവും ചെക്ക് ചെയ്യേണ്ട ജോലി ബൂത്ത് ലെവൽ ഓഫീസർമാരുടേതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ മെഷീനറിയിൽ ഇത്ര വലിയ പ്രാധാന്യമുണ്ട് എങ്കിൽ ആരാണവർ?
ഈ BLOകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും. ടീച്ചർമാരാകാം, അംഗനവാടി പ്രവർത്തകരാകാം, ഇലക്ട്രിസിറ്റി റീഡർമാരാകാം, പോസ്റ്റ്മാൻ, ആരോഗ്യ പ്രവർത്തകർ, ആരുമാകാം. എല്ലാവർക്കും സർക്കാർ ശമ്പളം നൽകുന്നുണ്ട്. അതുപോലെ ഭരണകക്ഷി ഇവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ കൂടാതെ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഒരു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്കായിരിക്കും. അവരാകട്ടെ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. ഇനി നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് ആരുടെയെങ്കിലും പേര് വെട്ടണമെങ്കിൽ 4 കാരണങ്ങൾ കൊണ്ട് മാത്രമേ അത് നടക്കൂ. 1, ആരുടെയെങ്കിലും മരണം സംഭവിച്ചാൽ. 2, ആരെങ്കിലും വിലാസം മാറ്റുകയാണെങ്കിൽ. 3, ആരുടെയെങ്കിലും പേര് ഒന്നിലധികം തവണ പട്ടികയിൽ വന്നാൽ. 4, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി. 4, വോട്ടർ ലിസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള വിലാസത്തിൽ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ. ഈ കാരണങ്ങളെല്ലാം എഴുതേണ്ടത് ഫോം 7-ലാണ്. ഇതാണ് പേര് വെട്ടിക്കളയാനുള്ള ഫോം. ഈ ഫോം ഉദ്യോഗസ്ഥർക്ക് പൂരിപ്പിക്കാം, സ്വയം പൂരിപ്പിക്കാം, അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ ആർക്കും പൂരിപ്പിക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഈ നിയമം വല്ലാത്തൊരു നിയമമാണ്. നിങ്ങളുടെ മണ്ഡലത്തിൽ താമസിക്കുന്ന ആർക്കും നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഈ ഫോം 7 പൂരിപ്പിച്ച് നൽകാം. എന്നാൽ ഫോം പൂരിപ്പിക്കുമ്പോൾ അപേക്ഷകൻ തന്റെ പൂർണ്ണമായ വോട്ടർ വിവരങ്ങൾ നൽകണം. ഒരിക്കൽ ഒരു ഫോം 7 ലഭിച്ചാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഫോമിൽ പ്രതിപാദിച്ചിട്ടുള്ള വോട്ടറുടെ വിലാസത്തിൽ ഒരു നോട്ടീസ് അയക്കും. 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. അപ്പോൾ ആരെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ പേര് വെട്ടിക്കളയാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി നിങ്ങൾക്കൊരു നോട്ടീസ് ലഭിക്കേണ്ടതാണ്. 15 ദിവസത്തിനുള്ളിൽ ഇത് തെറ്റാണെന്ന് ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് സമയവും ലഭിക്കും. അഥവാ ഈ നോട്ടീസ് തിരിച്ചു വരികയാണ്, അതല്ല 15 ദിവസത്തിനുള്ളിൽ വോട്ടർ പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടില്ല. നിയമപ്രകാരം നിങ്ങളുടെ വിലാസത്തിലുള്ള ഇടത്തേക്ക് BLOകളെ അയക്കും. അവർ അവിടെ എത്തി പരിശോധിക്കണം. അപ്പോൾ നിങ്ങൾ അവിടെയില്ലെങ്കിൽ BLOയ്ക്ക് ചെന്ന് നിങ്ങളുടെ പേര് വെട്ടിമാറ്റാൻ നിർദ്ദേശം നൽകാനാവും. അഥവാ ഒരു വോട്ടർ മരിച്ചുവെങ്കിൽ ഗ്രൗണ്ട് വെരിഫിക്കേഷനിൽ BLOകൾ അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടണം. ഡ്യൂപ്ലിക്കേറ്റ് എൻട്രിയുടെ കാര്യത്തിലും BLOകൾ ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണം. അതിനുശേഷമാണ് പേരുകൾ വെട്ടാൻ പാടുള്ളൂ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച സംഭവങ്ങളിൽ എത്രമാത്രം നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പലരുടെയും പേരുകൾ അജ്ഞാതർ വോട്ടർ ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റുന്നു. നിങ്ങളുടെ വിലാസം കൃത്യമായി നൽകുന്നില്ല. പേര് വെട്ടിയതിന് നോട്ടീസുകൾ അയക്കുന്നില്ല. BLOമാർ ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇത് കൂടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനുവൽ ഓൺ ഇലക്ട്രൽ റോൾ പറയുന്നത് പേരുകൾ മാറ്റാൻ വ്യക്തിഗത അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുന്നുവെന്നാണ്. ഒരു വ്യക്തിക്കോ സംഘടനകൾക്കോ ബൾക്കായി അപേക്ഷകൾ നൽകാനാവില്ലെന്നും അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് 1000 പേരുകൾ ഒഴിവാക്കാൻ 1000 അപേക്ഷകൾ സമർപ്പിക്കാനാവില്ല. പാര 11.3.2 കൃത്യമായി പറയുന്നത് ബൾക്ക് അപേക്ഷകൾ എന്നാൽ ഏതെങ്കിലും ഒരു അജ്ഞാത വ്യക്തി വേറെ കുടുംബത്തിലെ ആളുകൾക്കായി അപേക്ഷ നൽകാൻ പാടുള്ളതല്ല എന്നാണ്. എന്നാൽ അതേ കുടുംബത്തിലെ വ്യക്തിക്ക് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കാവുന്നതുമാണ്. ഇവിടുത്തെ നിയമം അല്പം കൂടെ എളുപ്പമാക്കാൻ ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജന്റിന് എഴുതി തയ്യാറാക്കിയ ഒരു സത്യവാങ്മൂലം ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കാം. പക്ഷെ അത് ഒരു ദിവസം 10-ലധികം അപേക്ഷ നൽകാനാവില്ല. വോട്ടർ ലിസ്റ്റിന്റെ പുനർപരിശോധനാ വേളയിൽ ഏതെങ്കിലും ബൂത്ത് ലെവൽ ഏജന്റ് 30-ലധികം അപേക്ഷകൾ സമർപ്പിക്കുകയാണെങ്കിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറോ അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഓഫീസറോ വ്യക്തിപരമായി ഈ അപേക്ഷ പുനഃപരിശോധിക്കണം. അപ്പോൾ ചോദ്യം ഇതാണ്, ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഇത്രയും കേസുകളിൽ ഇതെല്ലാം പാലിച്ചിരുന്നോ? അവിടുത്തെ ERO ഈ അപേക്ഷകളെല്ലാം സ്വയം ക്രോസ് വെരിഫൈ ചെയ്തിരുന്നു. പാരഗ്രാഫ് 11.4.5 പറയുന്നത് നോക്കൂ. ഏതെങ്കിലും ഒരു പോളിംഗ് സ്റ്റേഷനിൽ പേര് വെട്ടാനുള്ള അപേക്ഷ 2% കൂടുതലാണെങ്കിൽ പോലും ERO വ്യക്തിപരമായി ഈ അപേക്ഷകളെ ക്രോസ് വെരിഫൈ ചെയ്യണം. അഥവാ ഏതെങ്കിലും വ്യക്തി 5-ലധികം പേരുടെ വോട്ട് വെട്ടാൻ വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ERO അത് നേരിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ പറയുന്നത് വ്യക്തികൾ എങ്ങോട്ട് താമസം മാറിയിട്ടുണ്ടെങ്കിലും അവരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ എടുത്തു കളയരുതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുള്ള തീരുമാനമെന്നാണ്. ഇനി ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ചില വോട്ടർമാരുടെ പേര് വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് കാണാതാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തോത് വളരെ ആശങ്കാജനകമാണ്. ഫ്രണ്ട് ലൈനിൽ വന്ന ഈ ലേഖനം ഇത് ആവർത്തിക്കുന്നു. പേരൊഴിവാക്കപ്പെട്ട പല വോട്ടർമാരും BJPക്ക് വോട്ട് ചെയ്യാത്തവരാണ്. 2019 ഒരു വോട്ടറെയും ഒഴിവാക്കരുതെന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടന്നു. അതിൽ പറയുന്നത് ഏകദേശം 12 കോടി ജനങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടു എന്നാണ്. ക്യാമ്പയിൻ വോളണ്ടിയർ വോട്ടർമാരെ ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ടപ്പോൾ മനസ്സിലായത് അവരെല്ലാം 2014 വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷെ അതിനുശേഷം അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അവർ പറയുന്നത് ഏതെങ്കിലും ബൂത്ത് ലെവൽ ഓഫീസറുടെ അനാസ്ഥയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്ക് ഗുണമുണ്ടാകും വിധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്യുമെന്നാണ്. ഫോം 20 കൊണ്ട് ആർക്കും ഒരു പോളിംഗ് സ്റ്റേഷനിൽ പോയി ഏത് പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് കണ്ടെത്താനാവും. ബൂത്തുകൾ മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാർക്ക് ആര് ഏത് പാർട്ടിക്ക് വോട്ട് നൽകിയെന്ന് കണ്ടെത്താനാകും. തുടർന്ന് ഈ പ്രാദേശിക നേതാക്കൾ ഫോം 7 ഉപയോഗിച്ച് വോട്ടർ ലിസ്റ്റുകളിൽ നിന്ന് പേരൊഴിവാക്കാൻ അപേക്ഷ കൊടുക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിയമപരമായി ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ
ഓഫീസർമാർ വോട്ടർമാരുടെ വിലാസത്തിൽ ചെന്ന് അന്വേഷിക്കണം. എന്നാൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഴുവൻ സമയ തൊഴിലാളികളല്ല. അതുകൊണ്ടാണ് ഇതൊന്നും സത്യസന്ധമായി ചെയ്യാത്തത്. അതുമാത്രമല്ല, പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദം ഇവർക്ക് മേലെയുണ്ടാകും. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറൈഷി പറയുന്നത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇക്കാര്യം വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാമെന്നാണ്. രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ വൻതോതിൽ ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നു. വോട്ടർ പട്ടികകൾ നിരീക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടുന്നുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ഫോം സമർപ്പിച്ച് ആരുടെയെങ്കിലും പേര് കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനും സാധിക്കും. നിയമപ്രകാരം ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇത് ചെയ്യാനാകും. പക്ഷേ ഇവിടെ രണ്ട് പ്രശ്നമുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ BLOകൾക്ക് ശമ്പളം നൽകുന്നത് ഭരണകക്ഷിയാണ്. അതുകൊണ്ട് BLOമാരുടെ മേൽ ഇവർക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയും. രണ്ടാമത്തേത്, പണം കൂടുതലുള്ള പാർട്ടിക്ക് അതിരുകവിഞ്ഞ സ്വാധീനമുണ്ടാകും. BJPക്ക് മാത്രമാണ് എല്ലാ സീറ്റിലും പോളിംഗ് ഏജന്റുമാരുള്ളത്. ഉദാഹരണത്തിന് ചാന്ദിനി ചൌക്ക് അസംബ്ലി സീറ്റ് നോക്കുക. അവിടെ 129 സീറ്റുകളുണ്ട്. അവിടെ 98 ബൂത്തുകളിൽ BJPക്ക് ഏജന്റുമാരുണ്ട്. എന്നാൽ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ഒരു സീറ്റിൽ പോലും ഏജന്റുമാരില്ല. മീററ്റിൽ 2758 സീറ്റുകളിൽ 1271 ബൂത്തുകളിലും BJPക്ക് ഏജന്റുമാരുണ്ട്. സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും അവിടെ ഏജന്റ് ഇല്ല. സുതാര്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോം 9, 10, 11, 11A, 11B എന്നിവ മണ്ഡലാടിസ്ഥാനത്തിൽ ദിവസവും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വോട്ടർമാരുടെ പേരുകൾ കൂട്ടിച്ചേർക്കാനുള്ള അപേക്ഷയാണ് ഫോം 9. ഫോം 10 പേരുകൾ ഒഴിവാക്കാനുള്ള അപേക്ഷകൾ, ഫോം 11 തിരുത്തലുകൾക്ക് വേണ്ടി നൽകപ്പെട്ട അപേക്ഷകൾ, ഫോം 11A അതേ മണ്ഡലത്തിലെ വിലാസം തിരുത്താൻ നൽകിയ അപേക്ഷ, ഫോം 11B അതേ മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് വിലാസം മാറ്റാനുള്ള അപേക്ഷ. ഈ ഫോമുകളിൽ നിന്നെല്ലാം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മനസ്സിലാക്കാം എത്ര പേരെ കൂട്ടിച്ചേർക്കാം, എത്ര പേരെ ഒഴിവാക്കാനുള്ള അപേക്ഷകൾ എത്തിയെന്ന്. ഇതാണ് നിലവിലെ വോട്ടർ ലിസ്റ്റ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചത്. BJP വോട്ടർമാരുടെ പേരുകൾ വൻതോതിൽ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായി ആം ആദ്മി പാർട്ടി കഴിഞ്ഞ മാസം ആരോപിച്ചിരുന്നു. 6 ആഴ്ചയോളം ഷഹാദ്രയിലെ BJP 11,018 പേരുകൾ ഒഴിവാക്കാനായി അപേക്ഷകൾ നൽകിയെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചത്. ഇതുകൂടാതെ ജനക്പുരിയിൽ 24 BJP പ്രവർത്തകർ 4,874 പേരുകൾ ഒഴിവാക്കാനുള്ള അപേക്ഷ നൽകി. തുക്ലഹാദാബാദിൽ 15 BJP പ്രവർത്തകർ 2,435 പേരുകൾ ഒഴിവാക്കാനുള്ള അപേക്ഷ നൽകി. തുക്ലഹാദാബാദിലെ 117 നമ്പർ ബൂത്തിൽ 2 പേർ ചേർന്ന് 1337 554 പേരും വെട്ടാനുള്ള അപേക്ഷകൾ നൽകി. आवेदन दिया कि हमारा वोट काट दीजिए, आपके भाई साहब ने कहीं और मकान ले लिया हो, कुछ आवेदन दिया हो कि वोट काट दो? नहीं, वोट काटने के लिए आवेदन नहीं दिए। बीजेपी ने इनका वोट काटने के लिए एप्लीकेशन डाली हुई है और ये वो सोची समझी साजिश है जो 2014 से लगातार चल रही है। ये डाटा आपके पास कैसे आया? सरकार को तो पता नहीं है, सरकार को भी नहीं पता होता आपने किसको वोट दिया है। के मालिक है, हम किसी को भी मत दे सकते हैं। इनका भी वोटर कार्ड काटने के लिए बीजेपी ने डाला हुआ है। मुझे अपनी वोट कटवानी नहीं है। അതായത് ഒരു പോളിംഗ് ബൂത്തിൽ നിന്ന് 40% വോട്ടർമാരെ ഒഴിവാക്കാനുള്ള അപേക്ഷകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ അപേക്ഷകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്നു. ഈ വീഡിയോയിൽ ആദ്യം പരാമർശിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനുവലിൽ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കാൻ പാടുള്ളതല്ലെന്ന്. 2 പേർ ചേർന്ന് ആയിരക്കണക്കിന് ആളുകളുടെ പേരുകൾ ഒഴിവാക്കാൻ അപേക്ഷ നൽകാനാവില്ല. ചോദ്യം ഇതാണ്, ഇതൊക്കെ ആര് കേൾക്കും, ആരാണ് നടപടിയെടുക്കുക? അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് താൻ 3000-ലധികം പേജുള്ള തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ടെന്നാണ്. ആം ആദ്മിയുടെ MP സഞ്ജയ് സിംഗ് ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ അനിത സിംഗിന്റെ പേര് 2 തവണ BJP വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളഞ്ഞുവെന്നാണ്. ഒന്ന് ഡിസംബർ 24, രണ്ടാമത് 26 ഡിസംബറിന്. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് തന്നെയാണ് നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ജനങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളയുകയും എന്നാൽ അവർക്കൊരു നോട്ടീസ് പോലും അയച്ചില്ല. ഇതെല്ലാം പരമരഹസ്യമായി വീണ്ടും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നിരവധി മാധ്യമങ്ങൾ ജനങ്ങളെ അഭിമുഖം ചെയ്തിരുന്നു. यहाँ पे कई लोगों के वोटर लिस्ट से नाम हटाए गए हैं, इस बात पे कितनी सच्चाई है? बिल्कुल बहुत सच्चाई है। यहाँ से कम 300-350 लोगों के नाम काटने के लिए भेजे हैं और कईयों के कट चुके हैं। आपका नाम भी क्या वोटर लिस्ट से कटा है? 2 महीना पहले BJP के BLO आए थे सर, सर्वे करने आए थे, तो सर वो नाम पूछे कि नाम क्या है, फिर उसके बाद में बोले कि आप कहाँ पे रहते हैं, तो बोले कि सर हमारा अपना खुद की मकान है अम्बेडकर में, तो बोले कि ठीक है जी। उसके बाद में बोले कि 2020 में आप चुनाव में किनको वोट दिए हैं, तो हमने बोला कि सर आम आदमी पार्टी को दिया हूँ वोट, तो बोले कि ठीक है जी। उसके बाद में वो क्रॉस कर दिया। उसके बाद में 10 दिन के बाद में 2-4 पब्लिक लोग बोले कि भैया मेरा तो कोई कुछ काम से गए थे लोग जैसे, तो वोटर ID कार्ड देखे कि क्लोज लगा हुआ है, तो बोले मेरे से। തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടനെ ഇതിനൊരു വിശദീകരണവുമായി രംഗത്തെത്തി. BLOകൾ ഓരോ വീട്ടിലും പോയി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ അന്തിമ പട്ടിക പുറത്തിറക്കാനാവൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കാര്യം ഇതാണ്, എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം അപേക്ഷകൾ സ്വീകരിക്കുന്നത്? ഈ വിഷയത്തിൽ കോൺഗ്രസ് കെജ്രിവാളിന്റെ ആരോപണങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഡൽഹിയിലെ ജിൽമിൽ കോളനിയിൽ ജനിച്ചു വളർന്ന് തന്റെ ജീവിതം മുഴുവൻ അവിടെ ചെലവഴിച്ച ഭുവാനിബായി
1992 മുതൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഡിസംബറിൽ ഇവരുടെ വീട്ടിൽ വന്ന് BLO പറഞ്ഞത് ഇവരുടെയും മകളുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ പോവുകയാണെന്നാണ്. ഭുവാനി ബായ് ഇത് കേട്ട് അന്തം വിട്ടു. പട്ടികയിൽ തന്റെ ഭാഗത്തുള്ള 300ഓളം പേരെ വെട്ടിമാറ്റാൻ പോവുകയാണെന്ന് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അവർ കണ്ടെത്തി. അതിൽ നിരവധി പേർ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നവരും അവിടെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. और भी लोग मौजूद हैं, अपना अपना नाम ढूंढ रहे हैं, यहाँ पे लिस्टों में नाम ढूंढ रहे हैं. क्या आपके भी नाम कटे हुए हैं? जी सर नाम कट गए. नाम सुशील सहदेव के नाम से मेरा नाम है और वोटर लिस्ट में से मेरा नाम कट चुका है. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നിരിക്കെ നമ്മുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കാൻ നാം എന്തു ചെയ്യും? വോട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കാനായി 2025 ജനുവരി 6 അന്തിമ പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. അത് പരിശോധിക്കണം. ഇനി നിങ്ങളുടെ പേര് അതിലില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എല്ലാം അവസാനിച്ചു, ഇനി വോട്ട് ചെയ്യാൻ പറ്റില്ലെന്നല്ല. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ പേര് കൂട്ടിച്ചേർക്കാൻ കഴിയും. അന്തിമ പട്ടിക പുറത്തു വന്ന് കുറച്ചാഴ്ചകളോളം നിങ്ങളുടെ പേര് ചേർക്കാൻ അനുമതിയുണ്ട്. ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോകണം. അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് വെബ്സൈറ്റിലെത്താം. അവിടെ ചെന്ന് നിങ്ങളുടെ പേര് ഫൈനൽ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ഇല്ല എങ്കിൽ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാകും. മുഴുവൻ വോട്ടർ ലിസ്റ്റും പരിശോധിക്കണമെങ്കിൽ co.delhi.government.in എന്ന വെബ്സൈറ്റിൽ പോയി പരിശോധിക്കണം. അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശം സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്തുള്ള വോട്ടർ ലിസ്റ്റ് കാണാൻ പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ 1950 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സാധിക്കും. 2025 ജനുവരി 6 ഡൽഹിയുടെ അന്തിമ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇതിനു മുമ്പാണ് നിങ്ങൾ പരിശോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പേര് അതിൽ കാണാനായാലും അന്തിമ ലിസ്റ്റിൽ പേരുണ്ടാകണമെന്നില്ല. കാരണം അവസാന ഘട്ടത്തിലാണ് പല പേരുകളും ഒഴിവാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഫൈനൽ ലിസ്റ്റ് പരിശോധിക്കുന്നത് പ്രധാനമാണ്. അഥവാ നിങ്ങളുടെ പേര് അതിൽ ഉണ്ടെങ്കിൽ നല്ല കാര്യം, നിങ്ങളൊന്നും ചെയ്യേണ്ട. പക്ഷെ ഇല്ലെങ്കിൽ കൂട്ടിച്ചേർക്കണം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് voters.eci.government.in എന്ന വെബ്സൈറ്റിൽ പോയി ഫോം 6 എടുത്ത് പൂരിപ്പിക്കണം. വിലാസം പുതുക്കണമെങ്കിൽ ഫോം 8. ഫോം 6 പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാക്കണം. മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എന്നിവ നൽകി പാസ്വേഡ് നൽകണം. പിന്നീട് ലോഗിൻ ചെയ്ത് ഈ പോർട്ടലിൽ നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ നൽകണം. ജനന സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന രേഖ, വിലാസം തെളിയിക്കുന്ന രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ നൽകേണ്ടി വരും. ഇതെല്ലാം ഓൺലൈൻ രീതികളാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ ഓൺലൈനായി തന്നെ സമർപ്പിക്കാം. നിങ്ങൾ ഈ കോട്ടൊന്ന് ഓർത്ത് വെക്കണേ. എല്ലാ തിരഞ്ഞെടുപ്പുകളും തീരുമാനിക്കുന്നത് അതിൽ വോട്ട് ചെയ്യുന്ന അവിടെ വന്നെത്തുന്ന ജനങ്ങളാണ്. ഈ വോട്ടർ ലിസ്റ്റ് തട്ടിപ്പ് നടക്കുന്നത് കൂടുതൽ പേരും തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ വിവരം എല്ലാവരിലേക്കും എത്തേണ്ടത് അത്യാവശ്യമായി തീരുന്നത്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ അത് നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ജനാധിപത്യ അവകാശം ആരാലും തട്ടിയെടുക്കാൻ പാടില്ല. ജനങ്ങളെ, നിങ്ങൾ പരമാവധി ജാഗരൂകരായിരിക്കുക.